ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാക്ക് ടു സ്കൂൾ ഹാള് നമ്മൾ ഇട്ടു. അപ്പോൾ നാളെ സ്കൂൾ തുറക്കുകയാണ്. ആരൊക്കെ സ്കൂളിൽ പോകാൻ എക്സൈറ്റ് ആണ്, ആരെങ്കിലുമൊക്കെ സ്കൂൾ മാറിയോ, ഫ്രണ്ട്സിനെ മിസ് ചെയ്തോ, അങ്ങനെയൊക്കെ കമൻ്റാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബാക്ക് പാക്കിങ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ബാഗാണ്. എൻ്റെ ബാഗ് നിങ്ങൾ ഒരു കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ മ്യൂസിക് ഉള്ളൂ കേട്ടോ. ആ വീഡിയോയിൽ ഞാൻ ഈ ഒരു ബാഗ് ഇട്ടിരുന്നു. പിന്നെ ഒരു ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബാഗിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതൊക്കെ കാണാത്തവർ എന്തായാലും പോയി കാണണേ. അപ്പോൾ എൻ്റെ സാധനമല്ല ബാഗുണ്ട്. നമുക്ക് ഈ ബാഗിലുള്ളതാണ് നമുക്ക് ആവശ്യമുള്ള എക്സസൈസ് വെക്കേണ്ടത്. ഫസ്റ്റ് ഡേ അങ്ങനെ നോട്ട് ബുക്സ് ടെക്സ്റ്റ് ബുക്സ് ഒന്നും കൊണ്ടാണ് ഞാൻ കുറേ എനർജി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ അറിയില്ല എന്താവും എങ്ങനെയാവും ഒന്നും അറിയില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ റഫ് ബുക്ക് വെക്കുന്നുണ്ട്. ആവശ്യം വരും. പിന്നെ ഇത് ഞങ്ങൾക്ക് ഹോളിഡേ ആക്ടിവിറ്റി ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു ബുക്ക് കാണിക്കാനായിട്ട് കൊണ്ടുപോകണം പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ റഫ് ഞാൻ എപ്പോഴും വലുതാണ് യൂസ് ചെയ്യാറ്. എനിക്ക് റഫ് ചെറുത് ഇഷ്ടമല്ല, പിന്നെ വലുത് കിട്ടുന്നത്. സോ നെക്സ്റ്റ് പിന്നെ പറയുന്നത് ലഞ്ചില്ല കേട്ടോ. നാളെയും കുറച്ച് ഒരു 5 ദിവസം തോന്നുന്നു ഉച്ച വരെ ഉള്ളൂ സ്കൂള്. അപ്പം ലഞ്ചൊന്നും ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്ക് പ്രാവശ്യം കുറേ സിമ്പിളായിട്ടുള്ള ഐറ്റംസ്. അപ്പം ഞാൻ അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകണ്ട വിചാരിച്ചു. പക്ഷെ പെൻസിൽ കേസിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കുറേ ഐറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മുടെ പൗച്ച്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ്, മൈ മെലഡി, പിന്നെ ഇത് സാനറോ അങ്ങനെ തോന്നുന്നു. പിന്നെ ബാക്കിൽ ഹലോ, അങ്ങനെ കുറേയാണ്. ഇത് ആദ്യം നമുക്ക് പൗച്ചിൽ വേണ്ട സാധനങ്ങളൊക്കെ വെക്കാം. പെന്നും പെൻസിലൊക്കെ വേണ്ടത്. പെന്നും പെൻസിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ എഴുതി. പിന്നെ ഫ്രണ്ട്സിന് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മാറ്റിയിട്ട്, കാരണം അവിടെ ഇത് കിട്ടുന്നില്ല. എനിക്ക് ക്യാമറ ഒക്കെ നോക്കാനൊന്നും നേരം പറ്റുന്നില്ല. അതുകൊണ്ടാണ് എവിടെ വെച്ചു. പിന്നെ പൗച്ചിൽ നമ്മൾ ആദ്യം വെക്കുന്നത് ഫസ്റ്റ് സിപ്പ്. ഫസ്റ്റ് സിപ്പിൽ ഒരു ബ്ലാക്ക് പെൻ, പിന്നെ അതൊരു ബ്ലൂ പെൻ, ഒരു ബ്ലാക്ക് പെന്നും ഒരു ബ്ലൂ പെന്നും, സ്കെയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പെൻസിൽ വെക്കുന്നുണ്ട്. പെൻസിൽ ഒരു മിനിറ്റ് ഷാർപ്പ് ചെയ്തൊരു പെൻസിലുണ്ടായിരുന്നു, അതെടുത്തോ. ഷാർപ്പ് ചെയ്തൊരു പെൻസിലും ഷാർപ്പ് ചെയ്യാത്തൊരു പെൻസിലും എടുത്തുക്കണം. ഇത് ഷാർപ്പ് ചെയ്തത്, പിന്നെ ഇത് ഷാർപ്പ് ചെയ്യാത്തത്. ഷാർപ്പ് ചെയ്തത് ഞാൻ ഈ പെന്നൊക്കെ വെച്ച് സ്ഥലത്താണ് വെക്കുന്നത്. അപ്പോൾ ഞാനിന്ന് 5ാം ക്ലാസ്സിലാണ്. ആർക്കൊക്കെ 5ാം ക്ലാസ്സിൽ പെന്ന് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടേക്ക് എനിക്ക് തോന്നുന്നു. പെന്ന് തന്നെയാണെന്നാണ് ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. സോ ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താ വെക്കാൻ, ഇതിനകത്ത് ഇത്രേ ഉള്ളൂ കേട്ടോ. ആവശ്യമുള്ള ഐറ്റംസ് തന്നെ ഇതിനകത്ത്. പിന്നെ സോറി, പിന്നെ ഒരു ഷാർപ്പ്നർ, ഒരു ഇറേസർ. ഇതിൻ്റെ ഒപ്പം കിട്ടിയാണ്, സെറ്റിൻ്റെ ഒപ്പം കിട്ടിയാണ്. അതിനകത്തുണ്ട്. അപ്പോൾ ഫസ്റ്റ് റോള് തീർന്നു. ഇതിനകത്ത് വെക്കാൻ തന്നെ കിട്ടും. പിന്നെ എക്സ്ട്രാസ് നമുക്ക് എന്തായാലും വേണമല്ലോ. അതുകൊണ്ട് ഒരു എക്സ്ട്രാ പെൻസിൽ, ഒരു എക്സ്ട്രാ ബ്ലാക്ക് പെൻ, ഒരു എക്സ്ട്രാ ബ്ലൂ പെൻ, കുറച്ച് ഓവറായെന്നൊരു സംശയം പ്രോബ്ലം. ഓക്കെ, പിന്നെ പേപ്പർ കട്ടർ, ഇതെന്തിനാണെന്നറിയില്ല, വയ്ക്കാം. പിന്നെ ഒരു ഗ്ലൂ സ്റ്റിക്ക്, ഇതും എന്തിനാണെന്നറിയില്ല, ആവശ്യം എന്നാണ് ഇത് കെട്ടിട്ട് ഞാൻ വെക്കണം. പിന്നെ ഒരു ഇങ്ങനത്തെ ചെറിയ സ്റ്റിക്കി നോട്ട് എന്തായാലും ആവശ്യമുണ്ടാവും, തുറക്കണം. ഒരു ചെറിയ സ്റ്റിക്കി നോട്ട്, പിന്നെ ഒരു ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച്
അതിൽ കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഇത് ലൈറ്റ് കളർ ഓറഞ്ച് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്. മഞ്ഞയും ഓറഞ്ച് എക്സാക്ട്ലി അറിയില്ല. അപ്പോൾ നമ്മുടെ പൗച്ചിൻ്റെ സംഭവം വരുന്നുണ്ട്. പൗച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. പൗച്ച് ഞാൻ ഏറ്റവും ചെറിയ സിപ്പിൽ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സിപ്പിലൊക്കെ എന്തിനാണ് വെക്കണേ? പൗച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും. ഈ ഒരു പൗച്ച് ചെറിയ സിപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എമർജൻസി എന്ന് പറയുന്നത് എമർജൻസി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് വയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കവറിന് സെറ്റിൽ വെറും 10 രൂപ കുറവുണ്ട്. അത്യാവശ്യം ആരും 40 എന്തായാലും ഉണ്ടാവും കേട്ടോ. 10 രൂപയുള്ളൂ കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ മേടിച്ചോളൂ. അപ്പം നമുക്ക് കുറച്ച് ടിഷ്യൂസ് എടുക്കാം. തീരെ ഫ്രണ്ട്സ് ഒരു ടിഷ്യൂ, കുറച്ച് ടിഷ്യൂസ് എടുക്കുന്നുള്ളൂ. ഒരു 7 എടുത്തിട്ടുണ്ട്. ടിഷ്യൂസും അത്യാവശ്യത്തിന് ആവശ്യം വരുന്ന ഒരു കൂട്ടലുള്ള സാധനമാണ്. അതിനെ നമുക്ക് മടക്കണം. ഇതെന്തെങ്കിലും കൂട്ടിയിട്ട് അപ്പോൾ ഒരെണ്ണം കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ എന്തെങ്കിലും പോട്ടെ. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി മടക്കണം. ഓരോന്ന് വെച്ചെടുക്കുള്ളൂ കേട്ടോ. ഞാൻ മടക്കിയിട്ട് ടിഷ്യൂ ഇനി നമുക്ക് കവറിലോട്ട് വയ്ക്കാം. പക്ഷെ കവറിലോട്ട് വെക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും വെക്കാറുണ്ട്. അറിയില്ല, എനിക്ക് ഫസ്റ്റ് ഡേ പോകാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷേ സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ സ്കൂളൊന്ന് കൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നായിക്കുണ്ടോ. ഫസ്റ്റ് ഡേ പോകാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് കേട്ടോ. മനസ്സിലുണ്ടോ? കേട്ടോ, നല്ല നല്ല അടിപൊളി. പിന്നെ നമ്മൾ വെക്കുന്നത് ഈ കവറിനകത്താണ് ഞാനൊരു ടിഷ്യൂ വയ്ക്കുന്നുണ്ട്. ഇത് എമർജൻസി കിറ്റാണ് അപ്പോൾ ചെയ്യുന്നത്. എമർജൻസി കിറ്റ് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള കുറച്ച് ഫ്രണ്ട്സിന് നമുക്കൊരു മാസ്ക് വേണം. ഒരു മിനിറ്റ് ഞാൻ കൊണ്ടുവരാൻ മറന്നു ഫ്രണ്ട്സ്. ഞാൻ ഇതേപോലത്തെ ഒരു മാസ്ക് ഇതിങ്ങനെ അല്ല കേട്ടോ, കുറച്ച് ടൈറ്റ് ആക്കും. മാസ്ക് നമ്മളുടെ ഒരു മാസ്ക് ഇതിനകത്ത് വെക്കും, എമർജൻസി കിറ്റിനകത്ത് വെക്കും. പിന്നെ ഒരു മാസ്ക് കഴിഞ്ഞ് തന്നെ ഓടിച്ച് കൊടുക്കുന്നതാണ് അപ്പുറത്തെ റൂമിലാണ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ മെയിൻ പോക്കറ്റിൽ വെക്കും. പെട്ടെന്ന് എടുക്കാം. ഓക്കെ, പിന്നെ ഫ്രണ്ട്സ് പിന്നെ വേറെ അതേപോലത്തെ ഒരു കവർ എടുത്തിട്ടുണ്ട്. ആ കവറിനകത്ത് ആ കവറിനകത്ത് 2-3-4 ബണ്ണും പിന്നെ റബ്ബർ ബാൻഡും വെച്ചിട്ടുണ്ട്. പിന്നെ ആ കവറിനകത്ത് തന്നെ എനിക്ക് സേഫ്റ്റി പിൻസ് കിട്ടണം. സേഫ്റ്റി പിൻസ് എന്തായാലും ആവശ്യം വരും, കാരണം മഫ്ത് കുത്തണമല്ലേ. അപ്പോൾ സേഫ്റ്റി പിൻസ് എന്തായാലും ആവശ്യം വരും. പിന്നെ പറയുന്നത് നാളെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് ഡേ സ്കൂളിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഈ ഒരു കവറിനകത്താണ് വെച്ചിരിക്കുന്നത്. അടച്ചിട്ട് നമ്മുടെ ഈ ഒരു എമർജൻസി കിറ്റിലാണ് വെക്കുന്നത്. ഇത് എമർജൻസി കിറ്റിൽ തന്നെയാണ് വെക്കാൻ നമുക്കറിയില്ല. അറിയുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കാണും. പിന്നെ എൻ്റെ ഫേവറേറ്റ്സാണ് പെർഫ്യൂം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂം. ഞാൻ പെർഫ്യൂം എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകും. പക്ഷേ പെർഫ്യൂം ഞാൻ എമർജൻസി കിറ്റിൽ വെക്കുന്നുണ്ടല്ലോ. ഈ സ്ക്രഞ്ചസ് ഞാൻ മെയിൻ പോക്കറ്റിലാണ് വെക്കണം. വേണോ? സ്ക്രഞ്ചസ് നമുക്ക് മെയിൻ പോക്കറ്റിൽ വെക്കാം. നമുക്കൊന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എമർജൻസി കിറ്റിൽ ഇത്രയേ ഉള്ളൂ. കുറച്ച് സാധനങ്ങൾ വെക്കുന്നുള്ളൂ എമർജൻസി കിറ്റിൽ. ഇതാണ് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ എമർജൻസി കിറ്റിൽ. അപ്പോൾ അതിനിങ്ങനെ മടക്കി വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ മടക്കുക, എടുക്കുക, ഒരു സിപ്പ് എടുക്കുക. ഞാൻ മിഡിലത്തെ ഒരു സിപ്പാണ് കേട്ടോ. മിഡിൽ സിപ്പാണ്, 3 സിപ്പാണുള്ളത്. അതിൽ നടുക്കത്തെ സിപ്പാണ് ഞാൻ എടുക്കുന്നത്. ആ നടുക്കത്തെ സിപ്പിൽ വെച്ചോ.
ഇനി കുറേ സാധനങ്ങൾ മെയിൻ പോക്കറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. കുറേ ഒന്നുമില്ല, അത്യാവശ്യത്തിനുണ്ട്. പക്ഷെ മെയിൻ പോക്കറ്റിൽ അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചാൽ സ്കൂളിൽ കുറച്ച് കെട്ടെടുക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. സോ എനിക്ക് ഇതിൽ എമർജൻസിക്ക് മിറർ വെക്കണം. ഈ മിററില്ലേ, ഇത് ഞാൻ മിറർ അത്ര യൂസ് ചെയ്യില്ല. അത് ഹൈസ്കൂളൊക്കെ എത്തിയാൽ നല്ല ആവശ്യം വരും എന്നാണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒന്നും ആവശ്യമില്ല. കാരണം മേക്കപ്പ് ഒന്നും വല്ലാതെ കിട്ടില്ല. ഇതാണെങ്കിൽ ഒരു ഐലൈനർ, ഒരു ലൈനത് ഇതേപോലെ ഒരു ഐലൈനറിൻ്റെ പിന്നെ കുറച്ച് ലിപ് ബാമും ലിപ്സ്റ്റിക്കും അതന്നെ ഉള്ളൂ. ബ്ലഷ് ഒന്നും ഞാൻ ഇട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബ്ലഷൊക്കെ ഇട്ടിട്ട് എനിക്ക് പോയിട്ട് എനിക്ക് ഇപ്രാവശ്യം ബ്ലഷ് ഇടാൻ ഇഷ്ടമല്ല. ചിലപ്പോഴും പറയാൻ പറ്റില്ല, ഇടില്ല. അപ്പോൾ ആ കാര്യമില്ല. നമുക്ക് മെയിൻ കാര്യത്തിൽ ഇവിടെ പോകും. അപ്പോൾ എമർജൻസി കിറ്റാനുള്ള എക്സ്ട്രാ സാധനം വെച്ചിട്ടുണ്ട്. ഇനി പറയുന്നത് എൻ്റെ ഏറ്റവും എനിക്ക് വേണ്ട സാധനം ഒന്ന് ലിപ്പാണ്, പിന്നെ പേപ്പർ സോപ്പ്. പേപ്പർ സോപ്പല്ല, ഞാൻ സോപ്പ് മുറിച്ചിട്ടിട്ടാണ്. എനിക്ക് പേപ്പർ സോപ്പ് ഉണ്ടാക്കാനുള്ള മടിയാണ്. അത്യാവശ്യം വേണുണ്ട്, എനിക്ക് വേണം. എല്ലാവരും ഇഷ്ടമല്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വെച്ചു. എന്നെ ആ സോപ്പ് മാത്രം എടുക്കാൻ സമ്മതിച്ചുള്ളൂ. പിന്നെ ഇതും എനിക്കില്ലാതെ നിൽക്കാൻ പറ്റില്ല. പെർഫ്യൂം. ഓക്കെ, പെർഫ്യൂം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സ്ക്രഞ്ചീസും എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ക്രഞ്ചീസിൻ്റെ മെയിൻ പോക്കറ്റിലാണ് വെച്ചിട്ടുള്ളത്. പൈസ എനിക്ക് ബബിൾ ഗം മേടിക്കാൻ വേണം. ബബിൾ ഗം ഒക്കെ ഞാൻ ബാഗിൽ വെക്കും കേട്ടോ. ബബിൾ ഗം ഒക്കെ എനിക്ക് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബബിൾ ഗം ഒക്കെ വെക്കും ബാഗിൽ. ഇത് അങ്ങനെ ഞാൻ ചില്ലറോളം എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോകും. ബസ്സിലല്ല കേട്ടോ ഞാൻ പോകണേ. ഞാൻ UP എത്തിയിട്ടില്ല. എനിക്ക് ബസ്സിലൊന്നും പോകാൻ വയ്യ. 5-6 ബസ്സിലെത്തിയിട്ടുള്ളൂ. ഞാൻ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. പിന്നെ മാസ്ക്. ഇത് ഞാൻ ഇപ്പോൾ വെച്ച സാധനങ്ങളൊക്കെ ജിപ്പിലാട്ട വെച്ച്. പിന്നെ ഈ മാസ്ക് ഇല്ലേ, അത് ഞാൻ ഈ ജിപ്പിൽ വെച്ചിട്ട് കണ്ടോന്ന് അറിയില്ല, അത് ഇതിനകത്തുണ്ട്. എൻ്റെ അടുത്ത് ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് വല്ലാത്ത കഷ്ടപ്പാടാണ് ഫ്രണ്ട്സ്. പിന്നെ വാച്ച്, മൈ ഫേവറേറ്റ് വാച്ച് ഇല്ലാതെ എനിക്ക് ഇപ്പം പറ്റില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കിയിട്ടുള്ളൊരു സുഖം കിട്ടില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ അടുക്കലേക്കുള്ളൊരു നാപ്കിൻ ഉണ്ട്. അതും ഞാൻ ഈ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഈ പോക്കറ്റത്തെ ഐറ്റംസൊക്കെ കഴിഞ്ഞു. പിന്നെ മഴക്കാലമാണ് ഫ്രണ്ട്സ്, മഴക്കാലം. പക്ഷെ ഇന്ന് മഴ പെയ്തിട്ടില്ല കേട്ടോ. മലപ്പുറം പനങ്ങാങ്ങര ഭാഗത്തൊന്നും മഴ പെയ്തിട്ടില്ല. ഞാൻ പനങ്ങാങ്ങരയാണ്. ഓക്കെ, ആ ഭാഗത്തൊന്നും മഴ പെയ്തിട്ടില്ല. ഇന്ന് അത്യാവശ്യത്തിന് വെയിലായിരുന്നു. പക്ഷെ ചൂട് എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. പക്ഷെ ഇന്നൊക്കെ നല്ല ചൂടാണ് ഫീൽ ചെയ്തത്. അതിലൊന്നോ. പിന്നെ കുട മഴയുണ്ട്. കുട ഞാൻ വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കുട. എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ബ്ലാക്ക് ബാഗും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്. വേറെ കളർ ഞാൻ ബ്ലാക്ക് ആകെ എൻ്റെ അടുത്തുള്ളത് കുട മാത്രമാണ്. ഞാൻ ബാഗിൽ. പക്ഷെ എൻ്റെ അടുത്ത് ബ്ലാക്ക് ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ ബാഗിൽ ആകെ ഉള്ളത് കുട മാത്രമാണ്. ബാക്കി പിന്നെ ലാസ്റ്റ് ഏറ്റവും വേണ്ടപ്പെട്ട സാധനം വാട്ടർ ബോട്ടിൽ ഞാൻ സിമ്പിളാണ് എടുത്തത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാട്ടർ ബോട്ടിൽ കൊള്ളുന്നില്ലേ. പ്രോബ്ലം വിത്ത് മൈ വാട്ടർ ബോട്ടിൽ. വാട്ടർ ബോട്ടിൽ കുത്തിക്കെറ്റിലൊന്നും വെക്കണ്ട. ഇതിനകത്ത് വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. സംഭവം ലീക്കൊന്നും ആവില്ല. യൂസ്ഫുള്ളാണ്. നമുക്ക് ഇനി ടൈറ്റൊക്കെ കൊടുക്കാം. ബെൽറ്റൊക്കെ ഉള്ളൊരു ബാഗാണ് ഉണ്ടായിരുന്നത്. ടൈറ്റൊക്കെ കൊടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പം എത്രയേ ഉള്ളൂ. ഞാൻ സ്കൂളിൽ പോകാൻ അത്ര എക്സൈറ്റഡ് ഒന്നല്ലെങ്കിലും എക്സൈറ്റഡ് ആണ്. പക്ഷേ
ഫസ്റ്റ് കഴിഞ്ഞാൽ എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോകും. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.